അപ്പം ഈ സംഭവം CS മാച്ച് കളിക്കാൻ വന്നതാണ്. കലഹാരി മാപ്പിലാണ് ഈ സമയത്ത് കലഹാരി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കലഹാരി മാപ്പ് കളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കലഹാരി മാപ്പ് ഇഷ്ടമാണെന്നുള്ള കമൻറ്റ് ചോദിച്ചു. കലഹാരി മാപ്പ് ആദ്യത്തെ CS മാച്ചാണ്. ആദ്യത്തെ ഒരു മാച്ചാണ്. അതായത് ഞാൻ കലഹാരി മാപ്പിക്കേറ്റ് ഒരു മാച്ച് കളിച്ചിട്ടില്ല. ഇതിനകത്തുള്ള ഒരു സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ. വിളിക്കുന്നതിന് വരും അവിടെ കിട്ടുന്നില്ല. ഇവിടെ ഇനിയുള്ള കൂമ്പാരത്തിൽ നീക്കുന്നത് അറിയാം. പിന്നെ ഇവിടെ എല്ലാം ഇവിടാണല്ലോ. എനിക്കിതൊന്നിനെ പറ്റി ഒരു എത്രയും പിടിയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും അറിഞ്ഞൂടാ. ഇനിമേലൊക്കെ ഇങ്ങോട്ടാണ് വീണത്. താഴെ വെച്ച് നിൽക്കേണ്ടി വന്നാലോ കൊല്ലാണെങ്കിൽ ജോയിസ്റ്റിക്കൊന്നും എനിക്കത് ഏമിൻ്റെ ആ സാധനം അവിടെ എത്തിക്കാൻ പറഞ്ഞാൽ പാടി കേട്ട ഇവന്മാർക്കൊക്കെ ഇത് നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്ര പ്രോ ആയിട്ട് കളിക്കുന്നത്. വിജയിനെ ഇതൊന്നും അന്നോളത്തുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ നോക്കാം. നമുക്ക് പിന്നെ എനിക്ക് നല്ല ഗെയിമാണ്. എല്ലാവരും വിജയിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മളെ തോക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. തോറ്റാലും ജയിച്ചാലും നമ്മൾ ആ വീഡിയോ എടുത്തിരുന്നു. ഇതൊക്കെ അത്ര ഒറ്റ മൈൻഡ് എന്തോ ആയിക്കോട്ടെ. നമ്മളൊക്കെ നേടിയിടും. അത്ര ഉള്ളു. ഞാൻ അടുത്ത ഡെസേർട്ടൊക്കെ വന്നെടുത്ത് ഡെസേർട്ടൊക്കെ വെച്ച് നമുക്ക് വണ്ടയൊക്കെ കടിക്കാൻ പറ്റും. അത്രയും നോക്കാം. വണ്ടയൊക്കെ കടിക്കാൻ പറ്റുന്നു. എൻ്റെ വിളിച്ചിട്ട് വണ്ടയൊക്കെ കടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാനിതൊരു വിചാരിച്ച് വണ്ടയൊക്കെ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു കണ്ണിന് ഇതേ വണ്ടയൊക്കെ AW പിടിച്ചിട്ടുണ്ട്. AW ഒരടിക്ക് കൊന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോഡ് കണ്ടുണ്ട്. കോഡ് എടുക്കാൻ നമുക്ക്. കോഡ് എടുത്തിട്ട് ഞങ്ങൾ വേറെ ലെവലെടുത്ത് ഇവിടെ എവിടെയാണ് കോഡ്. വീട്ടിൻ്റെ അകത്താണ് വീടിനകത്ത് ഏരിയയിൽ ഇവിടെ എവിടെയെങ്കിലും കോഡ് കണ്ടുപിടിക്കാം. നിങ്ങളൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇവിടെയാണ് സ്പോട്ട് ചെയ്തത്. ഇവിടെ അയ്യോ എനിമി. അവിടുന്ന് ചാടിയത്തിൻ്റെ എടുത്ത് പറഞ്ഞ കുറയിലുണ്ടോ. ഹാഫിൽ കൂടെയാണ് കുറഞ്ഞ്. ഇവിടുന്ന് മണ്ടയിലോട്ടല്ലേ ഇങ്ങോട്ട് തുളയിലോട്ട് നമ്മൾ ചെന്ന് എഴുതുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. അത് മാത്രമാണ് എൻ്റെ ഒരു പേടി. എവിടെയാണെങ്കിൽ സ്കോഡ് കണ്ണ് ഞാൻ കണ്ടായിരുന്നു. സ്കോഡ് കണ്ണ് അതെ ഒറ്റയ്ക്ക് സ്കോഡ് കണ്ണ് ഞാൻ മണ്ടേ തന്നില്ല. ഗോൾഡ് എടുക്കാം. നെറ്റ് ഇതിൻ്റെ അപ്പുറത്തോട്ട് എടുത്തറിയാം. ഞാൻ തന്നെ വന്ന് തോന്നിയത് എൻ്റെ ഗെയിം പ്ലേ ആണ്. അടിക്കാൻ പറ്റുന്ന എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ അനിയൻകുടി എനിക്കൊന്ന് കോഡൊന്നും പോയി എന്ത് ചെയ്യുന്നു. ഞാൻ കയ്യിൽ കണ്ട് മടച്ചിട്ട് ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഷിപ്പ് നമുക്ക് AW ഇല്ല. എൻ്റെ സ്നൈപ്പറിൻ്റെ എവിടെ കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ ഈ AW എടുക്കാനുള്ള പോയിന്റ് പറയുമ്പോൾ അതാണ് നമുക്ക് ഷോർട്ട് റേഞ്ചിലും കളിക്കാം ലോങ് റേഞ്ചിലും കളിക്കാം. അതായത് ഈ ഒരു MP40 വെച്ചാൽ ഇതിന് ഈ ഒരു സ്നൈപ്പർ എനിക്ക് ഞാൻ തുടങ്ങിയതുള്ളൂ ഈ ഒരു ഫ്രീ ഫയർ ഗെയിമിൽ. അതാണ് നിങ്ങൾക്ക് എൻ്റെ അത്ര പ്രോ ലെവലായിട്ടൊന്നും തോന്നാത്തത്. നമ്മൾ കുറച്ച് 2-3 മാസം കഴിയുമ്പോൾ പ്രോ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സീരിയസ് അടിക്കുന്ന പോലെ അറിയില്ലെങ്കിലും നമ്മൾ നല്ലോണം കളിക്കും. എന്തായാലും നമുക്ക് അങ്ങനെ ഞാൻ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ കളിക്കും. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഗെയിമിൽ. നമുക്ക് സ്നൈപ്പർ കൊടുത്തല്ലോ. നമ്മൾ സ്നൈപ്പർ പ്ലേയിലൊക്കെ നമുക്ക് 7th ബെസ്റ്റ് ഷൂട്ടർ എന്നുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഷൂട്ടർ എന്നുള്ള സാധനം ഞാൻ സ്നൈപ്പറിന് കുറേ വണ്ടാപ്പ് പോയിട്ട് കളിച്ചത്. ഹെഡ് അടിച്ച് വണ്ടാപ്പ് അടിച്ചിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് കിട്ടില്ല. ഓ എൻ്റെ ഇത് ഇതെൻ്റെ കേസിനകത്ത്
ഇരിക്കുന്ന ആ സാധനം പെട്ടെന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്. അതാണ് അവിടെ വെച്ചെന്നിരിക്കുന്നത്. ഇപ്പം കയറുന്ന ഇടയ്ക്കിരിക്കുന്ന എന്തൊക്കെയാ. ഇതാണ് ഈ സൈക്കിളിൻ്റെ പ്രത്യേകത. നമ്മൾ നല്ലോണം കളിക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് വന്നിട്ട് കയറും. കഴിഞ്ഞ വർഷം എനിക്കും ഉണ്ടായിരുന്നു ജനപത ടീമേറ്റ്. ഇത്രയാണൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഒരു പൊസിഷൻ വെച്ചതിന് ശേഷം കൃത്യമായിട്ട് വെച്ചിരുന്നത് അവൻ വന്നപ്പോൾ കയറി വന്ന് നടക്കിയതെന്ന് വെടിയൊക്കെ തുടങ്ങി. കുത്തി പിടിച്ച് കളിക്കാനും മതി. ഞാൻ അടിച്ചെങ്കിൽ അവൻ സത്യം ചെയ്തില്ല. അവനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഞാൻ നമ്മളെ സുഖമായിട്ടൊന്ന് നോക്കുകയും ചെയ്തു. ഇവൻ ടീമേറ്റ് ആയതുകൊണ്ട് അടിച്ച് കൊല്ലാനും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ജയിക്കത്തില്ല. അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ടീമേറ്റ്സിനെ എപ്പോഴും എടുത്ത് കളഞ്ഞാൽ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മളെ അവന്മാരെടുത്ത് കളഞ്ഞാൽ വേറെ കാര്യം. ഇതൊന്നും AW മനസ്സിലാവും. സ്നൈപ്പറിനാണോ AW നമുക്ക് ഫുള്ളാക്കാം. ചുറ്റി വെച്ചതാ. അടിപൊളി ചുറ്റി വെച്ചിട്ടാ. ഇത്രയാണ് എനിക്ക് ആ സ്നൈപ്പർ വെച്ചടിച്ചാൽ മതി. സ്നൈപ്പർ വെച്ചടിക്കുമ്പം പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെഡൊക്കെ കയറി തന്നെ അത് നല്ല അടിപൊളിയായേനെ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോവാം. കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ കേൾക്കുകയാണെങ്കിൽ അത് എന്നും വിചാരിക്കുന്ന കേസ് ഇവിടെ എന്തൊക്കെയോ പുറത്ത് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഇവിടെ ഈ വീടിന് മണ്ട കയറാം. അപ്പം നമുക്ക് എനിമികളൊക്കെ ലോങ്ങുള്ള എനിമികളൊക്കെ പെട്ടെന്ന് പിടിച്ചിടാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ കയറി ഒരു എനിമി അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് ഇവിടെ വിട്ടുണ്ട് എനിമി. എൻ്റെ സമാധാനങ്ങൾക്ക് എൻ്റെ അമ്മാമ്മ ഇവിടെ പോകുന്നതിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു എനിമി സ്പോട്ട് അവനും ചാട്ടിക്കണം. എൻ്റെ അടുക്കുന്നതോട് അടിച്ചോ ഇപ്പം ഞാൻ അടിക്കണ്ടേ. അവനെ അടിച്ച് നോക്കിട്ട് ഹെഡം കൊടുത്തു. ഒക്കെ അത്രേ ഉള്ളൂ. പണ്ട് നമ്മൾ ട്രോല വരാൻ പിന്നെ ഇവിടെ നേരെ മരഭൂതം മരിച്ചു. ഞാനാണ് അവനെ കൊന്ന. ഞാൻ അടിച്ചിട്ടാണ് അവൻ ചത്തത്. വേറെ ആരും അടിച്ചിട്ടുണ്ട്. വേറെ എനിമിയാന്ന് നോക്കണം. എനിക്ക് കില്ലിട്ടില്ലല്ലോ. നമുക്ക് സ്ഥലമൊന്നും എനിക്കല്ലോ ഇതില്ല, വശമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതില്ല. മറ്റേതിനകത്തൊക്കെ ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ നമുക്ക് കളിച്ചാലും നമുക്ക് ഏതൊക്കെ സ്ഥലം വെച്ച് എവിടെയൊക്കെ വിളിച്ചിരിക്കുന്നത് നമുക്ക് പ്രഡിഷൻ ഉണ്ടായിരിക്കും. അത് വെച്ചായിരിക്കും നമ്മൾ കളിക്കുന്നത്. ഈ ഒരു മാപ്പിനകത്താണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രഡിഷനേ ഇല്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുറച്ച് ബാഡായിട്ടുള്ളത് കിട്ടുന്നത്. ചൂട് കണ്ട് എന്നെ രണ്ടാമത്തെ വോയിസ് വളരുന്നത്. റാംപേജ് യൂണിറ്റ് ക്രാഫ്റ്റ് ലാൻഡ് വെച്ച എൻ്റെ വീഡിയോയുടെ വോയിസ് ഓവർ ചെയ്തതിന് ശേഷം അപ്പം തന്നെയാണ് ചെയ്യുന്നത്. നല്ലോണം നാക്കൊക്കെ കുഴയുന്നു. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധ്യത. അതുകൊണ്ട് ക്ഷമിക്കുക, എല്ലാം ക്ഷമി. എന്തിനാണെങ്കിൽ നെറ്റില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലം. ഞാൻ നല്ലോണം തന്നെ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അഭിനയിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് കയറിയെന്ന് രണ്ട് വീഡിയോ നിങ്ങളെ കൊണ്ട് പറ്റും. 2 വീഡിയോ വെച്ചു. ഫാനില്ലാത്തടുത്ത് ചാടെടുത്ത് അഭിനയിന്ന് കയറി. അത് ഇവിടെ ഇരുട്ട് കൂടിയല്ല, കറണ്ടും പോയി ഇങ്ങനത്തെ കയറിയത്. അത് ഇങ്ങനത്തെ ഒരേ ഒരു ഹെയർ ഹോളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ വ്യക്തി. 99 ലെവൽ AW ചുറ്റി കയറ്റി ഒരു അടി കൊടുത്താൽ എനിമി സ്പോട്ടിൽ എത്താവുമല്ലോ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്ത് നടക്കാൻ പോകുന്നു. ഒരെണ്ണം കൂടെ കിട്ടിയെങ്കിൽ മറ്റേതിനകത്ത് മേടിക്കാം. ഹെഡ് എല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാം വീട്ടിൽ ക്ഷമിയും എല്ലാം ക്ഷമിയും. ഇപ്പം നമുക്ക് ഇവിടെ കൂടെ ഇത്രയും നന്നായിട്ടില്ല. അവിടെ നിന്നാൽ നല്ല ഹൈറ്റ് കിട്ടും. ഞാൻ പറയുന്നത് സ്നൈപ്പേഴ്സിന് കുറച്ച് ഹൈറ്റുള്ള പ്രദേശമാണ് കേട്ടോ. പോയിട്ട് അടിച്ച് ഒരടി, രണ്ടാമത്തെ അടി കില്ല് ഫിനിഷ് ആക്കണം. കില്ല് ഫിനിഷ് ആക്കണം. നമുക്ക് കൊണ്ടുപോകും. രണ്ടാമത്തെ അടി ഒരടി കൂടി. കില്ല് കൺഫേം. ഇതിൽ തന്നെ ഒരു ഹെഡ്. കണ്ടോ, അവിടെ നിന്നത് മാത്രമേ അവൻ ഓർമ്മ ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരടിക്കാൻ ഞാൻ നോക്ക്. ഇത്തന്നെ അവനെ അടിക്കാൻ പറ്റില്ല. അവനെ അടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി. ഹലോ ബൈ. ഇപ്പോഴും നമ്മുടെ അടിപൊളിയായിട്ട് ഹലോ ചെയ്തു ബായ്. വോയിസ് ഓവർ ചെയ്തുകൊണ്ട് ശ്രമിക്കാം. എൻ്റെ
ഈ ഗ്രനേഡ് ഉണ്ടായിരുന്നു അതൊക്കെ ആദ്യം വരുന്ന ആക്കിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത്. പക്ഷെ ഞങ്ങളുടെ ടീമിൽ കിട്ടുന്നുണ്ടെങ്കിൽ മുയഹ അടിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര കില്ലെടുത്തെന്ന് നോക്കട്ടെ. ഹെഡ്സെറ്റിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ ജയിച്ചത്